Good morning. Today we are going to discuss about stress and strain. Meaning of stress. Stress is the feeling of being unable to cope up with mental or emotional pressure. നമുക്ക് മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷണൽ പ്രഷർ ഉണ്ടാകുമ്പോൾ അതിനായിട്ട് നേരിടാൻ കഴിയാത്തപ്പോൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ്ങിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ഈസ് എ നോർമൽ ബോഡി റിയാക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ടു എവ്രി വൺ. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ബോഡി റിയാക്ഷനാണ്, എല്ലാവർക്കും ഉണ്ടായിരിക്കും. In fact, the human body is designed to experience stress and react to it. When you experience changes or challenges, your body produces physical or mental responses. That is stress. നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ചലഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റെസ്പോൺസസിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് റെസ്പോൺസസ് ഹെൽപ്പ് യുവർ ബോഡി ടു അഡ്ജസ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ. സ്ട്രെസ് റെസ്പോൺസസ് നമ്മളുടെ ബോഡീനെ ന്യൂ സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കും. സ്ട്രെസ് ക്യാൻ ബി പോസിറ്റീവ്. സ്ട്രെസ് പോസിറ്റീവ് ആവാം. എങ്ങനെ വെച്ചാൽ എന്തെങ്കിലും ഡേഞ്ചറൊക്കെ വരുന്ന സമയത്ത് ഈ സ്ട്രെസ് റെസ്പോൺസസ് നമ്മളെ അലേർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫോർ എക്സാമ്പിൾ, if you have an important test coming up, a stress response might help your body to work harder and stay awake. ഇപ്പോൾ എക്സാമൊക്കെ വരുന്ന സമയത്ത് ഈ സ്ട്രെസ് റെസ്പോൺസ് നമ്മളെ ബോഡീനെ ഹാർഡ് വർക്ക് ചെയ്യാനും കൂടുതൽ നേരം വർക്ക് ചെയ്യാനൊക്കെ സാധിപ്പിക്കും. But stress become a problem when stress is continuous without a relief or period of relaxation. സ്ട്രെസ്സസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ സ്ട്രെസ് ഒരു പ്രോബ്ലം ആയിട്ട് മാറും. Definition of stress. According to Bowman, stress is the body's automatic response to any physical or mental demand placed upon it. When pressure are threatening, the body rushes to supply protection by turning on the juices and preparing to defend itself. And it is the flight or fight response in action. ബോമൻ അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത് ഇതൊരു എന്തെങ്കിലും ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റലായിട്ടുള്ള ഡിമാൻഡ് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റെസ്പോൺസിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ പ്രഷറൊക്കെ നമ്മളെ ത്രെട്ടൻ ചെയ്യുന്ന സമയത്ത് ബോഡി ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നത് അത് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ആണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനിൽ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്. രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രെസ്സാണുള്ളത്. ഒന്ന് ഗുഡ് സ്ട്രെസ്സും സെക്കൻഡ് വൺ ബാഡ് സ്ട്രെസ്. ഗുഡ് സ്ട്രെസ് ക്യാൻ ഗെറ്റ് യുവർ ബ്ലഡ് ഫ്ലോയിങ് ആൻഡ് ഹെൽപ്പ് യു ത്രൂ സിറ്റുവേഷൻ വെൻ യു നീഡ് ആൻ എക്സ്ട്രാ പുഷ്. ഗുഡ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു എക്സ്ട്രാ പുഷ് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, extra anxiety or strength you may feel before big presentation or meeting. നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ് അല്ലെങ്കിൽ പ്രസൻറ്റേഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് നമ്മളെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ കൂടുതൽ നമ്മളെ സഹായിക്കും. അതായത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളുടെ വർക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ ബെനിഫിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് ഗുഡ് സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. Second one, bad stress, also called distress. Like good stress, bad stress is also physical or emotional feeling and a reaction caused by many different events or changes in our life. Good stress പോലെ തന്നെ ബാഡ് സ്ട്രെസ്സും ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഫീലിംഗ് ആണ്. നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറേ കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഫീലിംഗ് തന്നെയാണ് ബാഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. However, gone untreated or unmanaged, this can lead to very serious mental and physical problem. ഈ ഒരു ബാഡ് സ്ട്രെസ്സിനെ നമ്മൾ നന്നായി മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ വെരി സീരിയസ് ആയിട്ടുള്ള ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാഡ് സ്ട്രെസ്. എന്തൊക്കെ ബാഡ് സ്ട്രെസ്സാണ് ഉള്ളതെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫിസിക്കൽ സ്ട്രെസ്. Intense exertion and manual labor, lack of sleep, travel. ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ട്രെസ്സിനാണ് ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത്. കെമിക്കൽ സ്ട്രെസ്, ഡ്രഗ്, ആൽക്കഹോൾ, കഫൈൻ, നിക്കോട്ടൈൻ ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് സച്ച് ആസ് ക്ലീനിങ് കെമിക്കൽ ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിനാണ് കെമിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത്.
അത് നമ്മളെ ബാഡ് എഫക്റ്റാണ് നമുക്ക് ഉണ്ടാക്കുക. തേർഡ് വൺ മെൻ്റൽ സ്ട്രെസ്, പെർഫെക്ഷനിസം, വറി, ആങ്സൈറ്റി, ലോങ് വർക്ക് ഹവർ. നമ്മൾ കൂടുതൽ എന്തെങ്കിലും വറി ചെയ്യുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുന്ന സ്ട്രെസ്സിനാണ് മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഈസ് ഇമോഷണൽ സ്ട്രെസ്, ആങ്കർ, ഗിൽട്ട്, ലോൺലിനെസ്, സാഡ്നെസ്, ഫിയർ. നമുക്ക് കൂടുതൽ ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ, സാഡ്നെസ് ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഫിയറൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനാണ് ഇമോഷണൽ സ്ട്രെസ്സ്. ന്യൂട്രീഷൻ സ്ട്രെസ്സ്, ഫുഡ് അലർജീസ്, വിറ്റാമിൻ ആൻഡ് മിനറൽ ഡെഫിഷ്യൻസി, ഇത് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിനാണ് ന്യൂട്രീഷൻ സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ ട്രോമാറ്റിക് സ്ട്രെസ്സ്, ഇഞ്ചുറീസ്, ബേൺസ്, സർജറീസ്, ഇൽനെസ്, ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ട്രെസ്സിനാണ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത്. സെവൻത്ത് വൺ സൈക്കോ സ്പിരിച്വൽ സ്ട്രെസ്, ട്രബിൾ റിലേഷൻഷിപ്പ്, ഫിനാൻഷ്യൽ ഓർ കരിയർ പ്രഷർ, ചാലഞ്ചസ് വിത്ത് ലൈഫ് ഗോൾ, സ്പിരിച്വൽ അലൈൻമെൻറ്റ്, ജനറൽ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള പ്രഷർ അനുഭവിക്കുമ്പോൾ, കരിയർ പ്രഷർ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രഷറിന് അല്ലെങ്കിൽ സ്ട്രെസ്സിനാണ് സൈക്കോ സ്പിരിച്വൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ടൈപ്പ് ഓഫ് ബാഡ് സ്ട്രെസ്. നെക്സ്റ്റ്, 4 common type of stress. Dr. Carl Albert, a management consultant and a conference speaker based in California, is a pioneer in development of stress reduction training of business people. He defined 4 common type of stress in his book Stress and Manager. ഡോക്ടർ കാൾ ആൽബർട്ട്സ് ആണ് ഈ 4 കോമൺ ടൈപ്പ് ഓഫ് സ്ട്രെസ് ഡിഫൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് ആൻഡ് മാനേജർ എന്നുള്ള ബുക്കിൽ. അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്, കോൺഫറൻസ് സ്പീക്കറാണ്, ബേസ് ചെയ്തത് കാലിഫോർണിയയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടൈപ്പ് ഓഫ് ടൈം സ്ട്രെസ്. യു എക്സ്പീരിയൻസ് ടൈം സ്ട്രെസ് വെൻ യു വറി അബൌട്ട് സ്ട്രെസ് ടൈം. നമ്മൾ ടൈമിനെ കുറിച്ചിട്ട് കൂടുതൽ വറി ചെയ്യുമ്പോഴാണ് ഈ ഒരു ടൈം സ്ട്രെസ് ഉണ്ടാവുക. അതായത് യു മേ വറി അബൌട്ട് എ നമ്പർ ഓഫ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ആൻഡ് യു ഫിയർ ദാറ്റ് യു വിൽ ഫെയിൽ ടു അച്ചീവ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ വറി ചെയ്യുമ്പോൾ നമ്മൾ അത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ ഫെയിൽ ആവുമെന്ന് ഇങ്ങനെ പേടിക്കുമ്പോൾ അപ്പോഴൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്ട്രെസ്സിനാണ് ടൈം സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമുക്കപ്പോൾ എന്താ പറയുക, ട്രാപ്ഡ് ആയിട്ടും അൺഹാപ്പി ഫീൽ ചെയ്യും, ഈവൻ ഹോപ്പ്ലെസ് വരെ ഫീൽ ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിളാണ് വറിങ് അബൌട്ട് ഡെഡ് ലൈൻസ് ഓർ റഷിങ് ടു അവോയ്ഡ് ബീങ് ലേറ്റ് ഫോർ മീറ്റിംഗ്. The second one ആണ് anticipatory stress. Anticipatory stress describes stress that you experience concerning the future. Anticipatory stress എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് കൂടുതൽ കൺസേൺ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സാണ് ആൻറ്റിസിപ്പേറ്ററി സ്ട്രെസ്. ഇത് സംടൈംസ് his stress can be focused on a സ്പെസിഫിക് ഇവൻ്റ്. ഈ ഒരു ആൻറ്റിസിപ്പേറ്ററി സ്ട്രെസ് ഒരു സ്പെസിഫിക് ഇവൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റേഷനൊക്കെ ചെയ്യാനുള്ള സമയത്ത് നമുക്ക് അത് നല്ലപോലെ ചെയ്യാൻ സാധിക്കുമോ, അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ ഈ ഫ്യൂച്ചറിനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സിനാണ് ആൻറ്റിസിപ്പേറ്ററി സ്ട്രെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തേർഡ് വൺ, സിറ്റുവേഷണൽ സ്ട്രെസ്. യു എക്സ്പീരിയൻസ് സിറ്റുവേഷണൽ സ്ട്രെസ് when you are in a scary situation that you have no control. This could be an emergency. സിറ്റുവേഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്കാരി സിറ്റുവേഷനിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ്സിനാണ് സിറ്റുവേഷണൽ സ്ട്രെസ് എന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരിക്കാം. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മേക്കിംഗ് എ മേജർ മിസ്റ്റേക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ടീം, an example of event that can cause situation stress. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യാനുള്ള സമയത്ത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ ടീംമേറ്റ്സിൻ്റെ മുന്നേ നമ്മൾ എന്തെങ്കിലും മേജർ മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവിടെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. ആ സ്ട്രെസ്സിനാണ് സിറ്റുവേഷൻ സ്ട്രെസ് എന്ന് പറയുന്നത്.
The fourth one ആണ് encounter stress. Encounter stress revolve around people you experience. Encounter stress when you worry about interacting with a certain person or group of people. You may not like them or you might think they are unpredictable. ഈ ഒരു എൻകൗണ്ടർ സ്ട്രെസ് നമ്മൾക്ക് ഉണ്ടാവുക നമ്മൾ മറ്റുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിരിക്കാം. നമ്മൾക്ക് അവരെ അത്ര ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നും അവർ എന്തെങ്കിലും നമ്മളെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അൺപ്രെഡിക്റ്റബിളായിട്ട് ചെയ്യുമെന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചിന്ത വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സാണ് എൻകൗണ്ടർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ദീസ് ആർ ദ 4 കോമൺ ടൈപ്പ് ഓഫ് സ്ട്രെസ്. നെക്സ്റ്റ് ആണ് മേജർ സിംറ്റംസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഹെഡ് ഏക്സ്, അതർ ഏക്സ് ഓർ പെയിൻസ്. നമ്മൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല പെയിൻസ് ഉണ്ടായിരിക്കും ഈ ജോയിൻറ്റിലൊക്കെ. അതാണ് ഒരു സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇൻസോമാനിയ, അപ്സെറ്റ് സ്റ്റൊമക്ക്, ഇൻഡൈജഷൻ, ഡയേറിയ, anxiety, anger, irritability, depression, fatigue, feeling overwhelmed and out of control, feeling moody, tearful, difficulty in concentrating, low self-esteem, lack of confidence, high blood pressure, weakened immune system, heart diseases. ഇതൊക്കെയാണ് ഒരു സ്ട്രെസ്സിൻ്റെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ഈ സിംറ്റംസൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ആണ് ടിപ്സ് ടു മാനേജ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്. എങ്ങനെയാണ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ടിപ്സ്. ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിഫൈ വാർണിംഗ് സൈൻ ആൻഡ് ട്രിഗർ ഓഫ് സ്ട്രെസ്. എന്താ പറയുക, സ്ട്രെസ്സിൻ്റെ സൈൻസൊക്കെ വാർണിംഗ് സൈൻസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ട്രിഗേഴ്സ്, അത് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. അതാണ് ഒരു ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ റീബാലൻസ് വർക്ക് ആൻഡ് ഹോം. നമ്മൾ വീടും ഹോമും വർക്കും നമ്മളൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. റെഗുലർ എക്സസൈസ് ആൻഡ് സ്ലീപ്പ് ഇനഫ്, ഈറ്റ് വെൽ ആൻഡ് ലിമിറ്റ് ആൽക്കഹോൾ ആൻഡ് സ്റ്റിമുലേറ്റ്സ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ആൽക്കഹോളൊക്കെ പരമാവധി ഒഴിവാക്കുക. പ്രാക്ടീസ് മെഡിറ്റേഷൻ, സ്ട്രെസ് റിഡക്ഷൻ യോഗ. പിന്നെ ടേക്ക് വെക്കേഷൻ, നമ്മുടെ ഫാമിലിനായിട്ടോ ഫ്രണ്ട്സിനായിട്ടൊക്കെ വെക്കേഷനിൽ പോകുക. അത് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇംപ്രൂവ് സെൽഫ് കൺട്രോൾ, ഫൈൻഡ് ദ ടൈം വിത്ത് പീപ്പിൾ ഹു കെയർ ആൻഡ് ലവ്. നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരായിട്ടൊക്കെ നമ്മൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ സ്ട്രെസ് കുറക്കാൻ നമുക്ക് സാധിക്കും. മാനേജ് യുവർ ഇമോഷൻസ് ആൻഡ് ഡെവലപ്പ് ഇമോഷണൽ കോഷ്യൻ്റ്. Set effective time management, prepare work schedule and give priority to most important work. കുറേ വർക്ക്സൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് വൺ ഡെവലപ്പ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്തി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ഡെവലപ്പ് ചെയ്യാനും ഹെൽത്തി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഈ ടിപ്സൊക്കെ നമ്മളുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെൻ്റൽ സ്ട്രെയിൻ. മെൻ്റൽ സ്ട്രെയിൻ ഇസ് ദ നെർവസ്നെസ് റിസൾട്ടിങ് ഫ്രം മെൻ്റൽ സ്ട്രെസ്. മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന നെർവസ്നെസ്സിനാണ് മെൻ്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. മെൻ്റൽ സ്ട്രെയിൻ ഇസ് ദ മെയിൻ കോഴ്സ് ഓഫ് ഐസൈറ്റ് പ്രോബ്ലംസ് ആൻഡ് അലൈൻമെൻറ്റ്സ്. ഈ മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഐസൈറ്റിനാണ് കൂടുതലും ബാധിക്കുക. ഐ സ്ട്രെയിൻസൊക്കെ കൂടുതലുണ്ടാക്കും. പിന്നെ നമുക്ക് ഫാറ്റിഗ്, അതായത് നല്ല ടയേർഡ്നെസ്സൊക്കെ ഫീൽ ചെയ്യും. പിന്നെ പറയുന്നത് ഇഫ് യു കാൻ ലേൺ ഹൗ ടു ഡിസ്പോസ് ഓഫ് ഓൾ ദ മെൻ്റൽ strain in your life, your eyesight will definitely improve. ഈ ഒരു മെൻ്റൽ സ്ട്രെയിൻ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മളുടെ ഐസൈറ്റ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് നോ ഈസി ടാസ്ക് ഡ്യൂ ടു ഓൾ ദ ഔട്ട്സൈഡ് ഫോഴ്സസ്. പക്ഷേ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല, ഈസി ടാസ്ക് അല്ല. കാരണം കുറേ ഔട്ട്സൈഡ് ഫോഴ്സസ് നമ്മളിന് എന്താ പറയുക സ്ട്രെസ്സ് കോസ് ചെയ്യും.
അത് നമ്മുടെ ലൈഫിൽ. അത് കാരണം ഈ ഒരു മെൻ്റൽ സ്ട്രെയിനെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു ഈസി ടാസ്ക് അല്ല. സം ഓഫ് ദി ഇവൻറ്റ്സ് ആർ വിത്തിൻ യുവർ പവർ ടു ചേഞ്ച് ആൻഡ് സം ആർ നോട്ട്. ചില ഇവൻറ്റ്സിനൊക്കെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ചില ഇവൻറ്റ്സിനൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാവും. കോസസ് ഓഫ് മെൻ്റൽ സ്ട്രെയിൻ. മെൻ്റൽ സ്ട്രെയിനിൻ്റെ കോസസ്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഫസ്റ്റ്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നാണ് ഈ ഒരു മെൻ്റൽ സ്ട്രെയിനിൻ്റെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് അങ്ങനെ ലെസ് എക്സസൈസ്, ഈ ജങ്ക് ഫുഡ്, സ്മോക്ക്, ഡ്രിങ്ക് ആൽക്കഹോൾ, ഇതൊക്കെയാണ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡാണ് വേരിയസ് ഡെയിലി ഹസിൽസ്. അതായത് അതിൽ വരുന്നതാണ് മിസ്പ്ലേസിങ് ഫയൽസ്, കീസ് എക്സെട്ര, ട്രാഫിക് ജാം, എക്സാമിനേഷൻ ഫിയർ, സ്റ്റേജ് ഫിയർ. അതായത് മിസ്പ്ലേസിങ് ഫയൽസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയൽ നമ്മൾ നോക്കുന്ന സമയത്ത് കിട്ടില്ല, അപ്പോൾ നമുക്കൊരു മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാക്കും. പിന്നെ എക്സാമിനേഷൻ ഫിയർ മൂലം നമുക്ക് ഒരു മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടായിരിക്കും. പിന്നെ തേർഡാണ് എക്കണോമിക് പ്രോബ്ലം, പുവർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും നമ്മളുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും മെൻ്റൽ സ്ട്രെയിൻ കോസ് ചെയ്യും. ഒക്യുപ്പേഷണൽ ഓർ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്, മേജർ ഹെൽത്ത് പ്രോബ്ലംസ്. എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് മെൻ്റൽ സ്ട്രെയിൻ ഫീൽ ചെയ്യും. നോയ്സ് ആൻഡ് ഇറിറ്റേഷൻസ്, റോൾ ഓഫ് കോൺഫ്ലിക്റ്റ്, അതായത് ബാലൻസ് വർക്ക് ആൻഡ് ഫാമിലി ലൈഫ്. വർക്കും ഫാമിലി ലൈഫും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമുക്കൊരു മെൻ്റൽ സ്ട്രെയിന് ഫീൽ ചെയ്യും. സെൽഫ് അബ്യൂസ്, ഇൻക്രീസ് റെസ്പോൺസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴും നമുക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. ഡെത്ത് ഓഫ് ഇനിമേറ്റ്സ്, നമ്മളുടെ ആരെങ്കിലും അടുത്ത റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഡെത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് മെൻ്റൽ സ്ട്രെയിന് ഫീൽ ചെയ്യും. പിന്നെ സഡൻ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും മെൻ്റൽ സ്ട്രെയിന് ഫീൽ ചെയ്താണ് കോസസ് ഓഫ് മെൻ്റൽ സ്ട്രെയിൻ. നെക്സ്റ്റ് ടിപ്പ് ഫോർ റെഡ്യൂസിങ് മെൻ്റൽ സ്ട്രെയിൻ. മെൻ്റൽ സ്ട്രെയിൻസ് റെഡ്യൂസ് ചെയ്യാൻ അത് മാനേജ് ചെയ്യാനുള്ള ടിപ്സാണ്. ഫസ്റ്റാണ് ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് കോവർക്കേഴ്സ്. നമ്മൾ സത്യസന്ധരായിരിക്കണം. ഗെറ്റ് അഡ്വൈസ് ആൻഡ് സപ്പോർട്ട്, ഡെവലപ്പ് ഹെൽത്തി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ഈ ഹെൽത്തി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മസ്റ്റാണ്. കാരണം നമ്മൾക്ക് റിലേഷൻഷിപ്പ് ട്രബിളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു മെൻ്റൽ സ്ട്രെസ് കൂടുതലുണ്ടായിരിക്കുക. ബി ബോൾഡ് ആൻഡ് കറേജ്, മെയിൻറ്റെയിൻ ടൈം ഷെഡ്യൂള്, ഫൈൻഡ് ടൈം ഫോർ റിലാക്സേഷന്. അതായത് കുറേ വാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ടൊരു ടൈം കണ്ടെത്താം. റൈറ്റ് ഫുഡ് അറ്റ് റൈറ്റ് ടൈം, ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്, ഡു സെൽഫ് അസസ്മെൻറ്റ്. നമ്മളെ പറ്റിയിട്ട് തന്നെ ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കുക. റീഡ് ഗുഡ് ബുക്സ്, അതായത് മോട്ടിവേഷനോ നമ്മളെ ഹെൽപ്പ് ചെയ്യണം, നമ്മളെ ഡെയിലി ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ബുക്സൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ഡെവലപ്പ് പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഡെവലപ്പ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുക, പോസിറ്റീവ് സെൽഫ് ടോക്ക് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മെൻ്റൽ സ്ട്രെയിനെ കുറക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെൻ്റൽ സ്ട്രെയിന് കുറക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് മെൻ്റൽ സ്ട്രെയിന് കുറക്കാൻ സാധിക്കും. താങ്ക് യു. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഡെഫിനിഷനാണ്. Conflict resolution is a way for two or more parties to find a peaceful solution to a disagreement among them. The disagreement may be personal, financial, political, or emotional. When a dispute arises, often the best course of action is negotiation to resolve the disagreement. ഇപ്പോൾ രണ്ടോ അതിലധികമോ ആളുകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസത്തിന് ഒരു സമാധാനപരമായ സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് തർക്കങ്ങൾ പറയുന്നത് പലപ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ, വ്യത്യസ്ത ഗോൾസ്, നീഡ്സ്, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ, ഇമോഷണലായിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളുണ്ടാകാം. അത് നല്ല രീതിയിൽ പരിഹരിക്കപ്പെട്ടാലേ ഇത്തരം കോൺഫ്ലിക്റ്റുകൾ ഒരു പരിധി വരെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിന് നല്ലതാണ്. ഇനി 2 types ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് വിച്ച് ഈസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് റേഞ്ചസ് വിത്തിൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസായിട്ട്
നടക്കുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് വിച്ച് ഈസ് എ disturbance that exists between two or more individuals or group. രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളുണ്ട്. സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് അൺമീറ്റ് നീഡ്സ് ആൻഡ് വാണ്ട്സ്, ആഗ്രഹമില്ലാത്തതും ആഗ്രഹിക്കുന്നതും. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ഇൻ വാല്യൂസ്, മൂല്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. നെക്സ്റ്റ് നോളജ് ഓർ ഇൻഫർമേഷൻ ഈസ് നെവർ ഈക്വലി നോൺ ഓർ ഷെയർഡ്, പല കാര്യങ്ങളെയും കുറിച്ച് അറിവില്ലായ്മ. നെക്സ്റ്റ് പറയുന്നത് assumptions are not discussed or checked for accuracy in will cause of conflict. വിശ്വാസമായ പ്രമാണങ്ങളുടെ വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് തകർച്ച. പിന്നെ ഗ്രോയിങ് അപ്പ് ഡിഫറെൻ്റ്ലി, വ്യത്യസ്തമായ വളർച്ചാ രീതികൾ. നെക്സ്റ്റ് വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു ഡീൽ വിത്ത് കോൺഫ്ലിക്റ്റ്, ലാക്ക് ഓഫ് എബിലിറ്റി ഓർ സ്കിൽസ് ഓർ അൺവില്ലിങ് ടു ഡു സോ. ഇപ്പോൾ തർക്കങ്ങൾ നേരിടാനുള്ള കഴിവ് കുറവ്. സ്റ്റാറ്റസ് ഓഫ് ഹെൽത്തി കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ്. സെറ്റ് എ ടൈം ആൻഡ് പ്ലേസ് ഫോർ ഡിസ്കഷൻ. ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് വേണ്ടിയിട്ട് ഡിസ്കഷൻ ചെയ്യാനുള്ള പ്ലേസും ടൈമും കണ്ടെത്തണം. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഓർ ഇഷ്യൂ, ഡിഫൈൻ ദി പ്രോബ്ലം ഓർ ഇഷ്യൂ ഓഫ് ഡിസഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ പ്രശ്നത്തിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദീകരിക്കുക. പിന്നെ ലീസ്റ്റ് പാസ്റ്റ് അറ്റംപ്റ്റ്സ് ടു റിസോൾവ് ദ ഇഷ്യൂ ദാറ്റ് വെർ നോട്ട് സക്സസ്ഫുൾ, ജനറേറ്റ് സെവറൽ possible solutions, discuss and evaluate the alternative solution, decide on the best solution, implement the solution, follow up. എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരങ്ങൾ കാണുക. അതുപോലെ തന്നെ പരിഹാരത്തിൻ്റെ മൂല്യനിർണ്ണയം വിശദീകരിക്കുക. അതുപോലെ നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ദെൻ ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ, ദെൻ ഫോളോ അപ്പ്. ആ സൊല്യൂഷൻ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് സെയിൽസ് ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ കോമ്പറ്റേറ്റീവ്, കൊളാബറേറ്റീവ്, കോംപ്രമൈസിങ്, അക്കോമഡേറ്റിംഗ് ആൻഡ് അവോയ്ഡിങ്. സോ ഞാൻ ഷെമീന മുഹമ്മദ് അലി, S5 BCom ടാക്സേഷൻ. എൻ്റെ ടോപ്പിക്ക് മൊഡ്യൂൾ 4 ഡെവലപ്പിംഗ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ടോപ്പിക്കാണ്. ഡെവലപ്പിംഗ് പോസിറ്റീവ് തിങ്കിങ്, സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് പോസിറ്റീവ് തിങ്കിങ്. So what is self-talk? Self-talk refers to the ongoing internal conversation with ourselves which influences how we feel and behave. Each one of us carries on a silent internal conversation known as self-talk. അപ്പോൾ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഓൺഗോയിങ് ഇൻറ്റേർണൽ കോൺവെർസേഷനാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കുന്നതിനാണ് സെൽഫ് ടോക്ക് എന്ന് പറയുക. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ നമ്മളെല്ലാവർക്കും ഉണ്ടാവും ഒരു സെൽഫ് ടോക്ക്. നമ്മളെല്ലാവരിലും ഒരു ഇൻറ്റേർണൽ കോൺവെർസേഷൻ ഉണ്ടാവും. സോ ഹെൽത്തി സെൽഫ് ടോക്ക് കുറച്ച് ഡയലോഗ്സ് അല്ലെങ്കിൽ കുറച്ച് സെൽഫ് ടോക്ക് ഡയലോഗ്സ് ആണ്. ഐ ലൈക്ക് മീ, നോ വൺ ലൈക്സ് മീ, ഐ ലൈക്ക് മീ, നോ വൺ ലൈക്സ് മീ. ഐ ലൈക്ക് മീ എന്നുള്ളത് പോസിറ്റീവും, നോ വൺ ലൈക്സ് മീ എന്നുള്ളത് നെഗറ്റീവും സെൽഫ് ടോക്കാണ്. ഐ ഡിഡ് സംതിങ് ബാഡ്, ഐ ആം എ ബാഡ് പേഴ്സൺ, ഐ ഹാവൻ ഫിഗേർഡ് ഇറ്റ് ഔട്ട് യെറ്റ്, ഐ നെവർ ഗെറ്റ് എനിത്തിങ് റൈറ്റ്, ഐ എം ഇനഫ് ആൻഡ് വർത്തി ടു, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. Impact of self-talk in one's life. Feeling better about ourselves, boosting our confidence, building your self-esteem, making friends and feeling in control. അപ്പോൾ നമ്മളുടെ സെൽഫ് ടോക്ക് കൊണ്ട് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളാണ്. ഇതിപ്പോൾ ഫീലിംഗ് ബെറ്റർ അബൌട്ട് അവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല സെൽഫ് ടോക്കാണ് നടത്തുന്നത് വെച്ചെങ്കിൽ നമുക്ക് തന്നെ നമ്മളോട് നമ്മൾ നല്ലതാണ് എന്നുള്ളൊരു തോന്നൽ വരും. അതുപോലെ തന്നെ ബൂസ്റ്റിംഗ് ഓഫ് കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവും. അതേപോലെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ മാറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് തന്നെ നമ്മളുടെ ഒരു കൺട്രോൾ വരും. നെക്സ്റ്റ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. അപ്പോൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് എക്സാമ്പിൾ, ദർ ഇസ് നോ വേ ഇറ്റ് വിൽ വർക്ക്. നെഗറ്റീവ് സെൽഫ് ടോക്കിൽ എക്സാമ്പിൾ, ഐ ക്യാൻ ട്രൈ ടു മേക്ക് ഇറ്റ് വർക്ക്.
So positive self-talk is the stuff that makes you feel good about yourself and the thing that are going on in your life. It is like having an optimistic voice that always looks on the bright side. അപ്പോൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ ഒരു നമുക്ക് തന്നെ ഒരു നല്ലത് ഫീൽ ചെയ്യും. നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു ഒപ്റ്റിമിസ്റ്റിക് വോയിസ്, നമ്മുടെ ഹെഡിൽ തന്നെ ഒരു ഒപ്റ്റിമിസ്റ്റിക് വോയിസ് ഉള്ളതുപോലെ നമുക്ക് തോന്നും. നമ്മളെപ്പോഴും ബ്രൈറ്റ് സൈഡ് മാത്രം നോക്കും. സോ നെഗറ്റീവ് സെൽഫ് ടോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് is the stuff that makes you feel pretty crappy about yourself and things that are going on. It can put a downer on anything, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രമേ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് നടത്തിയാൽ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഒരാളുടെ ക്യാരക്ടറിൽ തന്നെ അയാൾക്ക് എത്ര പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ടെങ്കിലും നമ്മൾ നെഗറ്റീവ് സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അയാൾ എത്ര മോശം കാര്യം ചെയ്താലും അയാളൊരു ഇത്തിരി നന്മ നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവണം. നെക്സ്റ്റ്, ബെറ്റർ സെൽഫ് ടോക്ക്. 3 things you can do that can help with changing the direction of your self talk. അപ്പോൾ നമ്മളെല്ലാവരിലും നെഗറ്റീവ് സെൽഫ് ടോക്ക് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോ വി ക്യാൻ ചേഞ്ച് ഇറ്റ് ബൈ ഫോളോയിങ് ദീസ് 3 steps. ഫസ്റ്റ്, ലിസൺ, മോണിറ്റർ ആൻഡ് ചേഞ്ച്. ലിസൺ ടു വാട്ട് യു ആർ സേയിങ് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റുക. We don't always consciously take note on that we are saying in our minds. The first step in improving your self-talk is to actually notice what your inner voice is saying. Take some time each day to listen and even write down what you're thinking. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴൊന്നും നമ്മൾ നോട്ട് ചെയ്യണില്ല, നമ്മൾ എന്താ പറയുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മളുടെ മനസ്സ് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ മനസ്സ് എന്താണ് നമ്മളോട് പറയണത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഡയറി റൈറ്റിംഗ് ഒക്കെ അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ടേക്ക് സം ടൈം ഈച്ച് ഡേ ടു ലിസൺ ആൻഡ് ഈവൻ റൈറ്റ് ഡൗൺ വാട്ട് യു തിങ്ക്. നമ്മൾ എന്താ ചിന്തിക്കണം എന്നുള്ളത് നമ്മൾ റൈറ്റ് ചെയ്യുക. അപ്പോൾ അത് നല്ല രീതിയിൽ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. മോണിറ്റർ യുവർ സെൽഫ് ടോക്ക്. Start questioning your self-talk, asking things like, is there actual evidence for what I'm thinking? What would I say if a friend were in a similar situation? Is there a more positive way of looking at this? Am I keeping everything in perspective? Can I do anything to change what I'm feeling bad about? നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യുക. നമ്മളോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുക. ഈസ് ദർ ആക്ച്വൽ എവിഡൻസ്? ഞാനിപ്പോൾ ഈ ചിന്തിക്കുന്നതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഇപ്പോൾ ഒരാളെ പറ്റിയിട്ട് ഊഹിച്ചുണ്ടാക്കുക, അയാൾ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നമ്മളങ്ങനെ ഊഹിച്ചുണ്ടാക്കുക. ഊഹിച്ചുണ്ടാക്കുന്നതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ചിന്തിക്കണമെന്ന് വെച്ചെങ്കിൽ, നമ്മളോട് തന്നെ സംസാരിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. അതുപോലെ തന്നെ വാട്ട് വുഡ് ഐ സേ ഇഫ് എ ഫ്രണ്ട് വർ ഇൻ എ സിമിലർ സിറ്റുവേഷൻ. ഈ സിമിലർ സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ എന്താണ് പറയുക എന്നുള്ളത്, അവരെ സമാധാനിപ്പിക്കാനായിട്ട് ഞാൻ എന്താണ് പറയുക എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു ഫ്രണ്ടിനെ പോലെ കരുതിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുക. ഈസ് ദർ എ മോർ പോസിറ്റീവ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദിസ്? അതിന് തന്നെ ഒരു പോസിറ്റീവ് വേയിൽ കാണാൻ പറ്റുമെന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുക. ആം ഐ കീപ്പിംഗ് എവറിത്തിങ് ഇൻ പെർസ്പെക്റ്റീവ്? ക്യാൻ ഐ ഡു എനിത്തിങ് ടു ചേഞ്ച് വാട്ട് ഐ എം ഫീലിംഗ് ബാഡ് അബൌട്ട്? അപ്പോൾ നമ്മൾ ചീത്ത വിചാരിക്കുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. നെക്സ്റ്റ്, try by countering your negative thoughts with positive ones. The more you work on improving your self-talk, better you will get. It's kind of like practicing an instrument or going to sports training. It won't be easy to start, but will get better with time. നമ്മുടെ സെൽഫ് ടോക്കിങ് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യുക. അതായത് ബൈ കൗണ്ടറിങ് യുവർ നെഗറ്റീവ് തോട്ട്സ് ബൈ പോസിറ്റീവ് വൺസ്. നമ്മളുടെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് തോട്ട്സ് ആക്കിയിട്ട് മാറ്റുക. ദ മോർ യു വർക്ക് ഓൺ ഇംപ്രൂവിങ് യുവർ സെൽഫ് ടോക്ക്, ദ ബെറ്റർ യു വിൽ ഗെറ്റ്. നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം അത്രത്തോളം ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് പ്രാക്ടീസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഗോയിങ് ടു സ്പോർട്സ് ട്രെയിനിങ്. ഇറ്റ് വോണ്ട് ബി ഈസി അറ്റ് സ്റ്റാർട്ട്, ബട്ട് വിൽ ഗെറ്റ് ബെറ്റർ വിത്ത് ടൈം. അപ്പോൾ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുക അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ട്രെയിനിങ്ങിന് പോകുന്ന പോലെയൊക്കെ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്കതൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. സോ നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. അതുപോലെ തന്നെയാണ് നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ പോസിറ്റീവ് ആക്കാനുള്ള ഈ പോസിറ്റീവ് ആക്കലും അതുപോലെ തന്നെയാണ് പ്രാക്ടീസിൽ കൂടെയാണ് പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇമ്പാക്റ്റ് ഓഫ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. Positive self-talk fosters independence. One can shift their self-concept from being externally to internally based. Enhance one's self-confidence and self-esteem. It can help one to achieve personal goals. It can positively affect one's health and body images. It can make one to stay true to themselves.
it can help one to develop greater optimistic about future. അസർട്ടീവ്നെസ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അസർട്ടീവ്നെസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഉറപ്പ് എന്നാണ്. നമുക്ക് വേണ്ടിയിട്ട് സ്വയം ഹോണസ്റ്റായിട്ട് തുറന്ന് പറയാനുള്ള ഒരു കഴിവ്. ഇൻ അതർ ടേംസ്, നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഇതിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫറെൻറ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഹെൽത്തി വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അസർട്ടീവ്നെസ്. ഇതുവഴി നമുക്ക് നമ്മുടെ പേഴ്സണൽ ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള കഴിവ് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെയും മറ്റുള്ളവരുടെയും വാല്യൂസ് അനലൈസ് ചെയ്യാനും ഡിറ്റർമൈൻ ചെയ്യാനും പറ്റുന്നു. In every day, we are in a situation where being assertive can help us. നമ്മളിപ്പോൾ ഒരാളോട് ഡേറ്റ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനായിട്ട് ടീച്ചറിനെ കാണുകയാണ്, അതും അല്ലെങ്കിൽ ജോബ്സ് ഇൻ്റർവ്യൂസ്, കോളേജ് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ്. ഇതിനൊക്കെ നമുക്കൊരു ക്ലിയർ വ്യൂസ് ഉണ്ടാവുകയാണ്. നമ്മൾ അസർട്ടീവ് മൈൻഡുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഏതൊരു ഡിസിഷനും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഈ അസർട്ടീവ് പീപ്പിൾ ആരൊക്കെയാണെന്നാണ് പറയണത്. അവരുടെ ഫീലിങ്സ്, തോട്ട്സ്, ഡിസയേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് അവരുടെ റൈറ്റ്സ്, പ്രിവിലേജസ് ഒക്കെ അറിയാൻ പറ്റും. അവർ ഒരു കംഫർട്ടബിൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളായിരിക്കും. മറ്റുള്ളവരായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളായിരിക്കും ഇവർ. പിന്നെ അവർക്ക് അവരുടെ മേലെ തന്നെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കും. അവർ എന്ത് കാര്യം ഒന്ന് ചിന്തിച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഈ അസർട്ടീവ് മൈൻഡുള്ള ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴും സ്വന്തം വഴി ആഗ്രഹിക്കാതെ മറ്റുള്ളവരായിട്ട് കോംപ്രമൈസിന് തയ്യാറാവുന്ന ആളുകളായിരിക്കും. അവർക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും. പിന്നെ ഈ അസർട്ടീവ് പീപ്പിൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് റീസണിന് വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവാണ്ട് എപ്പോഴും ഒരു ഗുഡ് ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളായിരിക്കും ഈ അസർട്ടീവ് പീപ്പിൾ. അവരുടെ വ്യൂസൊക്കെ ക്ലിയർ ആയിരിക്കും. ഒരു പേടിയും കൂടാണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും അവർ. അവരുടെ മറ്റുള്ളവരുടെ ഒക്കെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ എണീറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന, അങ്ങനെ നിന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആളുകളായിരിക്കും ഇവർ. മറ്റുള്ള ആളുകൾക്ക് അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഇവർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി അടുത്തത് പറയുന്നത് 3 ടൈപ്സ് ഓഫ് ബിഹേവിയർ. അസർട്ടീവ്നെസ് ഇൻവോൾവ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബിഹേവിയറിനെ 3 ടൈപ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്ന് പാസീവ് ബിഹേവിയർ. ഇത്തരം ബിഹേവിയറുള്ള ആൾക്കാർ സിറ്റുവേഷൻസും പ്രോബ്ലംസും ഒക്കെ ഫേസ് ചെയ്യാൻ തീരെ ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കും. കാരണം അവർ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിൽ തീരെ താല്പര്യമില്ലാത്തവരായിരിക്കും. അതിനൊക്കെ പേടിക്കുന്ന ആളുകളായിരിക്കും ഇവർ. അവരുടെ അവകാശങ്ങളെക്കാൾ മറ്റുള്ളവരുടെ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കും. അവസാനം ഈ പാസീവ് ബിഹേവിയർ കാരണം അവർക്ക് അവരുടെ ഡിസൈർഡ് ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അവരുടെ ഫീലിങ്സൊക്കെ അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കും. ആരോടും തുറന്നു പറയില്ല അവർ. സെക്കൻഡ് വണ് അഗ്രസീവ് ബിഹേവിയർ. പാസീവ് ബിഹേവിയറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഹേവിയറുള്ള ആളുകളാണ് ഈ അഗ്രസീവ് ബിഹേവിയറുള്ള ആൾക്കാർ. അഗ്രസീവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാൾ സ്വന്തമായിട്ട് അവകാശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നാൽ അവർ മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണെന്നൊന്നും ചിന്തിക്കാണ്ട് പലപ്പോഴും ലൗഡായിട്ട് അല്ലെങ്കിൽ അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും പെരുമാറുക. മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല. സ്വന്തം കാര്യം നടന്നു കണ്ടാൽ മതി അവർക്ക് അത്ര വേണ്ടുള്ളൂ. തേർഡ് വണ് അസേർട്ടീവ് ബിഹേവിയർ. ഈ ബിഹേവിയറുള്ള ആളുകൾ മുന്നത്തെ 2 കാറ്റഗറീസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവർ പാസീവും ആയിരിക്കില്ല, അഗ്രസീവും ആയിരിക്കില്ല. ഇവർ എന്തിനും ഹോണസ്റ്റായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളായിരിക്കും. ഇത്തരം വ്യക്തികൾ എപ്പോഴും ധൈര്യത്തോടെ മറ്റുള്ളവരുടെ റൈറ്റ്സ് ഒന്നും വയലേറ്റ് ചെയ്യാണ്ട് തന്നെ അവരുടെ ഫീലിങ്സ്, തോട്ട്സ്, വിഷസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് എണീറ്റ് നിന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആളുകളായിരിക്കും ഇവർ. ഏത് കാര്യമാണെങ്കിലും നല്ല കൂളായിട്ടായിരിക്കും ഇവർ ഡീൽ ചെയ്യുക. ഇവർ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും ഈ അഗ്രസീവ് ബിഹേവിയറുള്ള ആളുകൾ. ഇനി അടുത്തത് അസർട്ടീവ് ബിഹേവിയറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ആബിൾ ടു റെഡ്യൂസ് ദ ലെവൽ ഓഫ് ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഇൻ ദിയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിലുള്ള പരസ്പരമുള്ള പൊരുത്തക്കേടുകൾ റെഡ്യൂസ് ചെയ്യാൻ അവർക്ക് കഴിയും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഈ അസർട്ടീവ് ബിഹേവിയർ ഉള്ള ഒരാൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ അവരുടെ കോൺഫ്ലിക്റ്റുകളൊക്കെ അവർക്ക് റിസോൾവ് ചെയ്യാൻ കഴിയും. അവരുടെ ലൈഫിലെ പ്രൊഡക്ടിവിറ്റി, ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയും. സെൽഫ് എസ്റ്റീം പ്രൊമോട്ട് ചെയ്യാൻ അവർക്ക് കഴിയും.
പിന്നെ ഹോണസ്റ്റ് ഫീലിങ്സൊക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ അസർട്ടീവ് ബിഹേവിയർ ഉള്ള ഒരാൾക്ക് എപ്പോഴും ഹോണസ്റ്റ് ഫീലിങ്സ് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക അവർ. പിന്നെന്ന് പറയുന്നത് പേഴ്സണൽ റൈറ്റ്സൊക്കെ എക്സസൈസ് ചെയ്യാൻ അവർക്ക് കഴിയും. പിന്നെ ജീവിതത്തിലെ എല്ലാ ഡിസിഷൻസും അവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് സ്ട്രോങ്ങർ സപ്പോർട്ടീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു അസർട്ടീവ് ബിഹേവിയർ ഉള്ള ഒരാൾക്ക് എപ്പോഴും ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയും. നെക്സ്റ്റ് ടോപ്പിക്ക് ടിപ്സ് ഫോർ ഇംപ്രൂവിങ് യുവർ അസർട്ടീവ്നെസ്. ഇനി നിങ്ങളുടെ അസർട്ടീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് പറയണത്. ഫസ്റ്റ് വണ്ണിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സും പോസിറ്റീവായുള്ള സെൽഫ് ടോക്കൊക്കെ ഡെവലപ്പ് ചെയ്യുക. അടുത്ത പോയിന്റിൽ പറയുന്നത് നിങ്ങളുടെ തോട്ട്സും ആക്ഷൻസിൻ്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. ദാറ്റ് മീൻസ് ഓൺലി വിത്ത് ഗുഡ് തിങ്കിങ് യു ക്യാൻ ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് ഒക്കെ സ്വയം സെറ്റ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബി ഡയറക്റ്റ് ആൻഡ് ഹോണസ്റ്റ് ആയിരിക്കുക എപ്പോഴും. അടുത്തതെന്ന് പറയുന്നത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. നെക്സ്റ്റ് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരോടും പ്രതികരിക്കുക. മറ്റുള്ളവരോട് എങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന് സ്വയം തിരിച്ചറിയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി പെർഫെക്റ്റ് ബട്ട് ഡോണ്ട് പുട്ട് പ്രഷർ ഓൺ യുവർ സെൽഫ് ടു ബി പെർഫെക്റ്റ് ആയിരിക്കുക. എന്നാൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്സൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ബള്ളിയിങ് ആൻഡ് ഡിമാൻഡിങ് ബിഹേവിയർ. ഭീഷണിപ്പെടുത്തുന്നതും ഡിമാൻഡിങ്ങും ഒക്കെ ആയിട്ടുള്ള ബിഹേവിയറൊക്കെ മാറ്റുക, അതൊക്കെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കലി അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ അസർട്ടീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അസേർഷൻ എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സ്വഭാവമല്ല എന്നാണ് പറയണത്. അത് നമ്മൾ പഠിക്കുന്നതാണ്, നമ്മുടെ ലേണിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാമെന്ന് പറയുമ്പോൾ അവിടെ അയാൾക്കൊരു സ്ട്രോങ് ഒപ്പീനിയൻ ഉണ്ടാവുകയാണ് ചെയ്യണത്. അത് ഇൻഡിവിജ്വൽസിനെയും സിറ്റുവേഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. കാരണം ഓരോ ആളുകളും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനും ഡിഫറെൻ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. ഒരു സെയിം ഇൻസിഡൻറ്റിൽ തന്നെ ഒരു വ്യക്തി ഇപ്പോൾ അഗ്രസീവ് മാനറിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ മറ്റേ ആൾ സിറ്റുവേഷൻസിന് റെസ്പോണ്ട് ചെയ്യുക പാസീവ് മാനറിലായിരിക്കും. അതേസമയം വേറൊരാൾ അസേർട്ടീവ് മാനറിലാവാം റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പേഴ്സണും റിയാക്ട് ചെയ്യുന്ന രീതി അവരുടെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. താങ്ക് യു.